അപ്പോൾ വിളഞ്ഞ് പൂത്ത് നിൽക്കുന്ന നെല്ല് അപ്പം ഇന്നിങ്ങനെ കൊയ്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ ഭാഗത്തെ നെല്ലും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വെള്ളമൊക്കെ അടിച്ച് കയറ്റും. അപ്പോൾ അത് കാരണം നെല്ലൊക്കെ കൊയ്യുക. പിന്നെ ഈ കാണാണ് കാട്ടുപന്നി കുത്തി മറിച്ച് ആകെ നസ് കുസാക്കിയിട്ടിട്ടുക. അപ്പോൾ നമ്മളെ കീപ്പാടാണ് ഇത് കാണുന്നത്. അതാ അൽഫലാഹ് സ്കൂള്. കൊയ്യണ വണ്ടിയും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ട്. അപ്പം നല്ല കൊക്കുകളൊക്കെ പറക്കണുണ്ട്. ഇതാണിപ്പോൾ നെല്ല്. ഇതാ നല്ല വിളഞ്ഞ് നിൽക്കണ നല്ല സൂപ്പർ നെല്ലാണ്. അപ്പോൾ ആ ഭാഗത്ത് കൊയ്തും കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഒന്ന് നടന്ന് കാണിച്ചു തരാം കീപ്പാടും കാര്യങ്ങളൊക്കെ. ചില ഭാഗത്തൊക്കെ കാട്ടുപന്നി കയറി നസുകൂസാക്കിയിരിക്കണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ വൈക്കോല് കിട്ടാൻ കുറച്ച് സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ കുറച്ച് ചളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കയറി ഇറങ്ങിയിട്ട് പിന്നെ ആകെ വൈക്കോലൊക്കെ ചളിയിൽ പൂലാൻ സാധ്യത ഉണ്ട്. അപ്പം ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ആയിക്കണം കേട്ടോ. നെല്ലും കാര്യങ്ങളൊക്കെ നല്ല വിളഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊയ്യണ മിഷീൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോവുകയാണ്. അപ്പോൾ അതിലിടയ്ക്ക് തന്നെ നമ്മൾ ഈ ഓരോ വരമ്പത്ത് കൂടെ ഒക്കെ പോയിട്ട് ഇങ്ങോട്ട് കാണിച്ചു തരാണ്. ഇത് കാട്ടുപന്നിയുടെ ശല്യമാണ്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ കാട്ടുപന്നി തന്നെ കൊയ്ത് തരും. അപ്പം അതിൻ്റെ മുന്നേ തന്നെ മിഷീൻ ഇറക്കിയിട്ട് കൊയ്തും കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊയ്യണ കണ്ടം കുറച്ച് വെള്ളം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. വെള്ളവും ചളിയൊക്കെ ഉണ്ട്. ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ലട്ടാ. അപ്പോൾ ഇത് പുഞ്ചല്ല, ഇത് ഒരുത്താക്ക് നെല്ലുണ്ടാക്കുക എന്ന് പറയും. അപ്പം ചളിയിലാണ് കൊയ്യണത്. തോട് കെട്ടി നിർത്തിയിട്ടുണ്ട്. അവിടെയാണ് തോട് കാണുന്നത്. അത് കഴിഞ്ഞാലാണ് നമ്മളെ പോത്തും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരിക. ഈ ഇതാ അപ്പൊ ഇക്കൊല്ലത്തെ കൊയ്ത്ത് 2025 കൊയ്ത്താണ് ഇപ്പൊ കൊയ്തും കൊണ്ടിരിക്കുന്നത്. വൈക്കോല് കിട്ടാൻ സാധ്യത കുറവാണ്. അത് കെട്ടാനൊന്നും വണ്ടി വന്നാൽ കെട്ടാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അൽഹംദുലില്ലാ നെല്ല് കിട്ടിയെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷികളും പ്രാവുകളും ഒക്കെ നന്നായിട്ട് കൂത്താടുന്നുണ്ട്. അപ്പം മിഷേനിത് ഇറങ്ങിയിട്ട് സൈസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല മുള്ളുണ്ട്, തൊരടി മുള്ള്. കാലും കൊണ്ട് കേറിയാണ്ടല്ലോ അതിന്റെ ശിവൻകുട്ടിയേ എന്താ ചന്തിക്കനം പറഞ്ഞ പോലെ ആവും. അപ്പൊ കൊക്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ആ കാണുന്ന നെല്ല് കുറച്ച് വീണതല്ലട്ടാ. ആ കാണുന്നത് കാട്ടുപന്നിയുടെ ആക്രമണാണ്. കാട്ടുപന്നി കയറി നിരങ്ങിക്കാണ്. അപ്പൊ കൊക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പഴയ കാലത്ത് അവര് ട്രെൻഡിങ് ആണ്. ഈ കാണുന്ന കൊയ്ത്ത് ഇതൊക്കെ പഴയ കാലത്തൊക്കെ പിന്നെ നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് അണ്ണന്മാര് വന്നിട്ട് കൊയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നല്ല. ഇപ്പൊ എല്ലാത്തിനും മിഷീനും മിഷനറി സാധനങ്ങളും എല്ലാത്തിനും മിഷീനാ. ഒന്നാമത്തെ പണിക്ക് പിന്നെ ആളെ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഈ മിഷീനും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളായിട്ട് നമ്മൾ പോണത്. എന്നും ഇങ്ങനെ പോത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി വീഡിയോ ഇട്ട് തരുമോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കലുണ്ട്. ഞമ്മക്ക് കിട്ടുന്ന വെറൈറ്റി വീഡിയോ എങ്ങനത്തെ ഒക്കെ തന്നെ ഉള്ളൂ. പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ ദ വീഡിയോ.